എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കടലയും അതുപോലെ ചുമന്നുള്ളി പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിൽ കറക്കി കഴിഞ്ഞാൽ നല്ലൊരു കിടിലൻ സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ വെള്ളക്കടല വെച്ചിട്ട് കറിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അന്നേരം നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെള്ളക്കടല മാത്രം വെച്ചിട്ടല്ല, നമ്മൾ ചെറുപയറോ അങ്ങനെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതൊക്കെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അത് നമ്മളിന്ന് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കടലയാണ്. ഒരു ബൗൾ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇതിനെ ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വിട്ടു കൊടുക്കണം. ഒരു 5 മണിക്കൂറിന് വെയിറ്റ് ചെയ്യാൻ ഒട്ടും തന്നെ സമയമില്ലാത്തവരാണെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞ 2 മണിക്കൂറിനകത്ത് വെച്ച് നല്ല പോലെ അത് കുതിർന്ന് കിട്ടും. അതിപ്പോൾ നമ്മുടെ ആ ഒരു കടലയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അന്നേരം കടല ഉപയോഗിച്ചിട്ട് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കടലയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഇതിന് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കാണ്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഒരുപാട് പേസ്റ്റ് രീതിയിൽ അരഞ്ഞു പോകരുത്. നമ്മളിങ്ങനെ ചതച്ചെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകരുത്. ഇതുപോലെ ഉരുള പോലെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാ കടലകളും ഇതുപോലെ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതിൽ കടല ഒരെണ്ണം പോലും ചതയാണ്ടിരിക്കരുത്. എല്ലാം തന്നെ നല്ലപോലെ ചതഞ്ഞ് കിട്ടണം. പക്ഷേ എന്നങ്ങ് കുഴമ്പ് രീതിയിൽ അരഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മൾ കടലയെല്ലാം അരച്ച് കൊണ്ടുവന്ന ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്, ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. കുഞ്ഞുള്ളി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മിക്സിനെ നമ്മുടെ ഈ ഒരു കടല ചതച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. കറിവേപ്പില നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് പിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അതിൽ ആ ഒരു മണവും രുചിയും എല്ലായിടത്തും നല്ല പോലെ എത്തുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ചേരുവയാണ്. ഒട്ടും തന്നെ ഈ ഒരു ചേരുവ മാറ്റിയിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യരുത്. അന്നേരം കായപ്പൊടിയാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നല്ലൊരു കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും മിക്ക ആൾക്കാർ. അന്നേരം ഉപ്പും കൂടെ പാകത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റാണോ നോക്കുക. അന്നേരം എരിവ് കുറച്ചും കൂടെ ഒക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാവുന്നതാണ്. അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കടലയൊക്കെ ഗ്യാസിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവരാണെങ്കിൽ 2 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ നമുക്ക് ചതച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഉരുളയായിട്ട് കയ്യിലെടുക്കുമ്പോൾ അത് ആ ഒരു പരുവത്തിൽ തന്നെ ഇരിക്കണം. ഉരുള ഉരുട്ടുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞു പോകരുത് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് അങ്ങ് അരഞ്ഞ് ചെയ്യുകയും ചെയ്യരുത്. അതുകൊണ്ട് ഈ ഒരു പരുവാണ് കറക്റ്റായിട്ടുള്ളൊരു പരുവം. ഇനി നമുക്കൊരു പാത്രം അടപ്പിൽ വെച്ചിട്ട് പാത്രം ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഏതാണോ എണ്ണ വേണ്ടത് ആ ഒരു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എണ്ണ ചൂടായി കിട്ടണം. ചൂടായോ എന്ന് അറിയാനും വേണ്ടി നമ്മൾ ചെറുതായിട്ട് ആ ഒരു മാവ് നിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ പൊന്തി വന്ന് എന്നിട്ട് നമ്മൾ ഈ വട രീതിയിൽ കയ്യിലെടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് തീ അങ്ങ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവാണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ തീ ഒട്ട് കുറയ്ക്കുകയും ചെയ്യരുത്. മീഡിയം രീതിയിൽ നമ്മൾ തീ ഇട്ടതിന് ശേഷം ഇതിങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മുരിച്ചെടുക്കാം. നമ്മൾ സാധാരണ പരിപ്പ് ഉപയോഗിച്ചിട്ട് വട ഉണ്ടാക്കാറുണ്ട്. ചെറുപയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചെയ്യാമെന്നുള്ളത്. അന്നേരം വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈ കടലയൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ആ 2 സൈഡ് നല്ലപോലെ മൂത്ത് നല്ലപോലെ വന്നിട്ടുണ്ട്. അന്നേരം ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അന്നേരം ബാക്കിയുള്ള മാവുകളെല്ലാം തന്നെ ഇതുപോലെ നമുക്ക് ഈ ഒരു എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതാണ്. അത് 4 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്താണ് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് ചിന്തയുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പരിപ്പോടെ വെല്ലുന്ന ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അന്നേരം തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും
വീട്ടിലും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണുമെന്നറിയാം. അന്നേരം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ചിരിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.